Good afternoon. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് JCIയുടെ അക്രഡിറ്റേഷൻ സർവേകള് അല്ലെ, അതിന്റെ സർവേ സ്കോറിംഗ് ഓഫ് സർവേ റിസൾട്ട് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നാബിനെ കുറിച്ചാണ് കേട്ടോ. നാബ് NABH. അവിടെ നാബിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. നോക്കി വെക്കുക കേട്ടോ. എക്സ്പാൻഡഡ് ഫോം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. എന്താ നാബ് എന്ന് പറയുന്നത്? നാബ് എന്താ? 2005 നാഷണൽ ലെവലുകളില് നമുക്ക് 2006 2006 നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് നാബ് എന്ന് പറയുന്നത്. 2006 നാഷണൽ ലെവലുകളിലുള്ള ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് നാബ് എന്ന് പറയുന്നത്. അല്ലെ, എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? നാബ് ഹോസ്പിറ്റലുകളിൽ എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി, അതുപോലെ ക്വാളിറ്റി ഓഫ് കെയർ, രണ്ട് കാര്യങ്ങളാണ് അവിടെ നമ്മൾ നോക്കുന്നത്. പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി ഓഫ് കെയർ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോസ്പിറ്റലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. ഇത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡാണ്, ഒരു ഘടക ബോർഡാണ് നാബ്. ഓക്കെ, ക്വാളിറ്റി ഓഫ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡാണ്. 2006 നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് നാബ് എന്ന് പറയുന്നത്. അവിടെ രണ്ട് കാര്യങ്ങളെയാണ് നാബ് ഫോക്കസ് ചെയ്യുന്നത്. എന്താ? പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ. പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, അവര് ഹോസ്പിറ്റൽ കൊടുക്കുന്ന ഗുണനിലവാരം, ക്വാളിറ്റി, അവര് കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റി, അതൊക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് നാബ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. The NAB standards are reformed every 4 years and now the hospital implement 5th edition standards. നാബ് സ്റ്റാൻഡേർഡ്സുകൾ റീഫോം ചെയ്തത്, അല്ലെ, പരിഷ്കരിക്കുന്നത് ഓരോ 4 വർഷവും കൂടുമ്പോഴാണ്. ഓരോ 4 വർഷവും കൂടുമ്പോൾ നാബ് എന്ത് ചെയ്യുന്നു? അതിന്റെ സ്റ്റാൻഡേർഡുകൾ പരിശോധിക്കുന്നു, അത് പരിഷ്കരിക്കുന്നു. റീഫോംഡ് എവറി 4 years. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. നാബിന്റെ സ്റ്റാൻഡേർഡ്സുകൾ പരിഷ്കരിക്കുന്നത്, റീഫോം ചെയ്യുന്നത് അവര് ഓരോ 4 വർഷം കൂടുമ്പോഴാണ്. Now the hospital implement 5th edition standard April 2020. ഒന്ന് ശ്രദ്ധിക്കുക, 2020 5th edition standard ആണ്. ഹോസ്പിറ്റൽ 20 5th edition സ്റ്റാൻഡേർഡുകളാണ് പറയുന്നത്. എന്നാൽ ഇപ്പൊ നമ്മൾ 2024 ആയി അല്ലെ. 2024 വരുമ്പോ 2024 മുതൽ, അതായത് ഇപ്പൊ നമ്മള് 2025 നമ്മൾ ഫോളോ ചെയ്യുന്ന 6th edition സ്റ്റാൻഡേർഡ് ആണ്. 2020 വരെ, ഏപ്രിൽ 2020 5th edition സ്റ്റാൻഡേർഡ് ആണ് ഹോസ്പിറ്റലില് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇപ്പോ എത്രാമത്തെ എഡിഷൻ ആണ്? 6th edition സ്റ്റാൻഡേർഡ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് പറയണേ. നാബിന്റെ ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കുക. നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഏത്? നാബ് എന്ന് പറയുന്നത്. നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് നാബ്. 2006 2006 സ്റ്റാർട്ട് ചെയ്ത്
2006 നാഷണൽ ലെവലില് ഹോസ്പിറ്റലുകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് നാബ്. ഈ നാബ് അവരുടെ സ്റ്റാൻഡേർഡ്സ് ഓരോ 4 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? പരിഷ്കരിക്കുന്നു, റീഫോം ചെയ്യുന്നു. ഓരോ 4 വർഷം കൂടുമ്പോഴും റീഫോം ചെയ്യുന്നു. 2020 ഏപ്രിൽ 2020 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ് ഹോസ്പിറ്റലിൽ നടപ്പാക്കിയിരുന്നത്. ഹോസ്പിറ്റൽ ഇംപ്ലിമെന്റ് 5th എഡിഷൻ സ്റ്റാൻഡേർഡ് ഏപ്രിൽ 2020. എന്നാൽ ഇപ്പോ ഹോസ്പിറ്റലിൽ 6th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അപ്പോ 6th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ് ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. The NAB standard centers on patient safety and the quality of delivery of services. 2 കാര്യങ്ങൾ അവിടെ വന്നിട്ട് നോട്ട് ചെയ്തിട്ട് കേട്ടോ. നാബിന്റെ സ്റ്റാൻഡേർഡ്സ് എന്തിനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? പേഷ്യന്റിന്റെ സേഫ്റ്റി. എന്തിനാണ് ഈ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്? എന്താ? ആ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ. നാബ് അക്രഡിറ്റീവ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കണ്ട. എല്ലാ കാര്യങ്ങളും അവര് പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ് അല്ലെ? അതനുസരിച്ചിട്ടാണ് ഓരോ സ്റ്റാൻഡേർഡുകളും നല്ല രീതിയിൽ അത് അവര് പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അപ്പോ എന്താ നാബ് അക്രഡിറ്റീവ് ഹോസ്പിറ്റൽസ്, നാബ് എന്തിനാണ് കേന്ദ്രീകരിച്ചേക്കുന്നത്? പേഷ്യന്റിന്റെ സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസ്. നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് അല്ലെ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റിയും അതിനെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. The NAB is given by an autonomous body set up by the Government of India known as Quality Council of India, QCI. Okay, Quality Council of India, QCI. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ഘടക ബോർഡാണ് നാബ് എന്ന് പറയുന്നത് കേട്ടോ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ്, ഒരു ഘടക ബോർഡാണ് നാബ്. QCI എന്നുള്ളതും നോട്ട് ചെയ്തിടാം. Quality Council of India, which is the standard making board in India. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മേക്കിംഗ് ബോർഡായ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ബോർഡ്, അല്ലെങ്കിൽ ഒരു ഘടക ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? അറിയില്ല. എത്ര വർഷം കൂടുമ്പോഴാ? എവരി 4 years. എല്ലാ 4 വർഷം കൂടുമ്പോൾ നാബ് സ്റ്റാൻഡേർഡുകൾ പരിഷ്കരിക്കുന്നു. ഇപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് 6th എഡിഷൻ സ്റ്റാൻഡേർഡ് ആണ്. നാബ് സ്റ്റാൻഡേർഡ് എന്തിനാണ് ഇപ്പോ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് ദ ഡെലിവറി ഓഫ് സർവീസസ്. 2 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിടാം. പേഷ്യന്റ് സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് ഡെലിവറി ഓഫ് സർവീസസ്. Then it is an autonomous body and then ഇതിന്റെ കീഴിൽ വരുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ച്, ഒരു ഘടക ബോർഡാണ് നാബ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? പാരഗ്രാഫ്. NAB mainly divides the hospital into 2 main divisions. ഇനി നാബ് ഹോസ്പിറ്റലുകളെ 2 രീതിയിൽ, 2 ഡിവിഷനായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. NAB mainly divides the hospital into 2 main division, 2 ഡിവിഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഒന്നാമത്തെ ഏതാ? SHCO, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് ലെസ് ദാൻ 15 ബെഡ്സ്. 50 ബെഡ്സിൽ താഴെയുള്ള SHCO എന്ന ഒരു സെക്ഷൻ ഗ്രൂപ്പിന് തിരിച്ചേക്കുന്നത്, ഹോസ്പിറ്റലുകൾ തിരിച്ചേക്കുന്നതാണോ? HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിത്ത് മോർ ദാൻ 15 ബെഡ്സ്, 50 ബെഡ്സിൽ കൂടുതലുള്ളത്. അത് HCO 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നാബ് ഹോസ്പിറ്റലുകളെ 2 സെക്ഷനായിട്ടാണ് തിരിച്ചേക്കുന്നത്. വിത്ത് ലെസ് ദാൻ 15 ബെഡ്സ്. 15 ബെഡ്സ് പേജ് നമ്പർ എത്രയാണെന്ന് പറഞ്ഞ 57 ആണ്. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് 57 തന്നെയാണ്. 57. നാബ് ഹോസ്പിറ്റലുകളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 50 ബെഡ്സിൽ താഴെയുള്ളത് അത് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, 50 ബെഡ്സിൽ കൂടുതലുള്ളത് HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഇനി അടുത്തത് നാബ് ഗൈഡ് ബുക്കുകളാണ് കേട്ടോ. നാബ് ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ്സ്. ഇത് നിങ്ങൾക്ക് PGയിലും ഇത് പഠിക്കാനുണ്ട്. PGയില് ഓരോ സ്റ്റാൻഡേർഡുകളും നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ മൊത്തത്തിൽ പറഞ്ഞേക്കുന്നതാണ് നാബിന്റെ സ്റ്റാൻഡേർഡുകളെ 10 ചാപ്റ്ററുകൾ, മൊത്തം 10 ചാപ്റ്ററുകൾ
അതിൽ 100 സ്റ്റാൻഡേർഡ്സ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്നാണ് ആ സ്റ്റാൻഡേർഡുകളെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നാബ് ഗൈഡ് ബുക്ക് 10 ചാപ്റ്ററുകൾ ഉണ്ട്. ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് പഠിക്കുമ്പോ എന്താ HL നമ്മൾ എടുക്കുമ്പോ മൊത്തം നമ്മൾ 4 മൊഡ്യൂളാക്കിയാ തിരിച്ചേക്കുന്നത് അല്ലെ? അത് 4 മൊഡ്യൂള്. ആ 4 മൊഡ്യൂളിൽ ഇപ്പൊ ഒന്നാമത്തെ മൊഡ്യൂളിൽ 13 ചാപ്റ്റർ വീണ്ടും തിരിച്ചിട്ടില്ലേ? അതില് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ വീണ്ടും ചാപ്റ്ററുകളായി തിരിച്ചിട്ടുണ്ട് അല്ലെ? 1 to 13 13 ചാപ്റ്റർ ഇട്ട് ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാൻ. അതുപോലെ നാബിന്റെ ഗൈഡ് ബുക്ക് സ്റ്റാൻഡേർഡുകള് മൊത്തം 10 ചാപ്റ്റർ. ആ 10 ചാപ്റ്ററിലും എന്താണ് 100 സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്. ആ 100 സ്റ്റാൻഡേർഡ്സുകളെ നോക്കാൻ അതിനെ മെഷർ ചെയ്യാനായിട്ട് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. എന്നാൽ PGയിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇതിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. അതായത് 10 ചാപ്റ്ററും അവിടെ നമുക്ക് 105 സ്റ്റാൻഡേർഡുകളെന്നും 683 ഒബ്ജക്റ്റീവ് എലമെന്റ്സും ആണെന്നാണ് PGയിൽ പഠിക്കുന്നത്. അത് ഓരോ ഇതിനനുസരിച്ച് നമുക്ക് കുറച്ച് വേരിയേഷൻസ് വന്നേക്കുന്നതാണ്. ഇത് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ 4 വർഷം കൂടുമ്പോൾ നാബ് സ്റ്റാൻഡേർഡുകൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, റീഫോം ചെയ്യുന്നുണ്ട് അവര്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഫിക്സ്ഡ് അല്ല അത് നമുക്ക് വേരി ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇത് തന്നെ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കണം. 10 ചാപ്റ്റർ 100 സ്റ്റാൻഡേർഡ് 651 ഒബ്ജക്റ്റീവ് എലമെന്റ്. നോട്ട് ചെയ്തേ. നാബ് സ്റ്റാൻഡേർഡുകളെ മൊത്തം 10 ചാപ്റ്ററുകളാക്കി തിരിച്ചേക്കുന്നു. അതില് 100 സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. അതില് നമ്മൾ മെഷർ ചെയ്യാൻ 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഇനി ഓരോന്ന് നോക്കിയേ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ എന്താ? റെഫേഴ്സ് ടു എ സെറ്റ് ഗോൾ ഫോർ ദ പെർഫോമൻസ്. പെർഫോമൻസിനായിട്ടുള്ള നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. അതാണ് സ്റ്റാൻഡേർഡുകൾ. ഓരോ മാനദണ്ഡങ്ങളും. Standard refers to a set goal for the performance. പെർഫോമൻസിനായിട്ടുള്ള ഗോൾസ്, നിശ്ചിത ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്നു സ്റ്റാൻഡേർഡുകള്. എലമെന്റ്സ് കംസ് അണ്ടർ ദ സ്റ്റാൻഡേർഡ്. അപ്പൊ ഓരോ ഈ സ്റ്റാൻഡേർഡുകൾക്ക് കീഴിൽ വരുന്നതാണ് ഇത് എലമെന്റ്സ് എന്ന് പറയുന്നത്. Elements comes under the standard and is used to monitor the performance. Elements എന്തിനാ? ഈ ഒബ്ജക്റ്റീവ് എലമെന്റ്സ് പറഞ്ഞില്ലേ, അതെന്തിനാ? പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ. and is used to perform നമുക്ക് ഏതാണ് മോണിറ്റർ ചെയ്യാനായിട്ട്, പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ ട്ടോ. സ്റ്റാൻഡേർഡ് and is used to monitor പെർഫോമൻസ്. ഓരോ എലമെന്റും സ്റ്റാൻഡേർഡുകൾക്ക് കീഴിൽ വരുന്നതാണ്. അതെന്തിനാണ്? പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനാണ്. ഇനിയുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം. അത് സ്റ്റാൻഡേർഡ് എന്താണ്? റെഫേഴ്സ് ടു എ സെറ്റ് ഗോൾ ഫോർ ദ പെർഫോമൻസ്. പെർഫോമൻസിനായിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു സ്റ്റാൻഡേർഡുകള്. ഈ സ്റ്റാൻഡേർഡിന്റെ കീഴിൽ വരുന്നതാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. എലമെന്റ്സ് കംസ് അണ്ടർ ഈച്ച് സ്റ്റാൻഡേർഡ്. ഓരോ സ്റ്റാൻഡേർഡുകൾക്കും കീഴിൽ വരുന്നതാണ് ഇത് എലമെന്റ്സ്. ആൻഡ് ഈസ് യൂസ്ഡ് ടു എന്തിനാ ഉപയോഗിക്കുന്നത്? മോണിറ്റർ ദ പെർഫോമൻസ്. പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ. ഇനി ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞത്? 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സില് 102 കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. കോർ കാറ്റഗറി CORE എന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. 102 are in കോർ കാറ്റഗറി. കോർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്രധാന വിഭാഗം. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ ഈ സെക്ഷനിൽ നിന്ന്. Out of 651 objective element, 102 are in dash category. ഏത് കാറ്റഗറിയിലാണ്? കോർ കാറ്റഗറി CORE എന്ന് വെച്ചാൽ പ്രധാന വിഭാഗത്തിൽ വരുന്നതാണ്. പ്രധാന വിഭാഗം. which are essentially evaluated during each assessment. ഓരോ അസസ്മെന്റ് സമയത്തും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ഓരോ മൂല്യനിർണ്ണയ സമയത്തും അടിസ്ഥാനപരമായിട്ട് വിലയിരുത്തപ്പെടുന്നതാണ് ഏത്? 102 നമ്മള് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇത് കോർ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മള് മൊത്തം 10 ചാപ്റ്റർ ഉണ്ട്. ആ 10 ചാപ്റ്ററിലും എന്തുണ്ട്? 100 സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. അപ്പൊ അതായത് നമുക്ക് അവിടെ താഴത്തേക്ക് നിങ്ങൾക്ക് ഓരോ സ്റ്റാൻഡേർഡുകൾ
10 ചാപ്റ്ററുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടി പറയുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആയി കിട്ടും. അതായത് മൊത്തം നമുക്ക് 10 ചാപ്റ്ററുകളാണ്. ആ 10 ചാപ്റ്ററിനെ നമ്മൾ 5 എണ്ണത്തെ പേഷ്യന്റ് സെന്റേർഡ് എന്നും അടുത്ത 5 എണ്ണത്തെ ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. കുറച്ച് ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുകളും അടുത്തത് ആ സ്ഥാപനത്തെ ആ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുമാണ് അടുത്തത് 5 എണ്ണം. അങ്ങനെ മൊത്തം 10 എണ്ണ പറയുന്നത്. 10 ചാപ്റ്ററുകളാണ് ഉള്ളത്. കണ്ടോ? ആ 10 ചാപ്റ്ററുകളില് നമ്മൾ എന്ത് പറഞ്ഞു? ആ 10 ചാപ്റ്ററിന് വീണ്ടും സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എത്രയെന്ന് പറഞ്ഞ 100 എന്ന് പറഞ്ഞില്ലേ? ആ പേജ് നമ്പർ 58. 100 എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതായത് ഇപ്പൊ ഒന്നാമത് നോക്കി നിങ്ങള് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, അതിനകത്ത് വരുന്നത് നോക്കിയേ AAC എന്നാണ്. അതിനെ വീണ്ടും, അതാണ് ഞാൻ പറഞ്ഞത്, 100 എത്തിക്കണ്ടേ നമുക്ക്? 10 ചാപ്റ്റർ ഉണ്ട്. ആദ്യത്തെ 5 എണ്ണം, അടുത്ത 5 എണ്ണം, 10 എണ്ണം. അതില് ആ ഒന്നാമത്തെ എഴുതിയേക്കണ്ടോ? അതിന് വീണ്ടും അതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കണ്ടോ? അതിന് AAC ആണ്. AAC 14 എണ്ണം ഉണ്ട്. അത് PGയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. AAC1, AAC2 എന്താണ്, AAC3, അങ്ങനെ AACയുടെ 14 എണ്ണം പഠിക്കാനുണ്ട് അവിടെ. പിന്നെ അടുത്തതാണ് COP. COPയുടെ 22 എണ്ണം ഉണ്ട്. അതെ, ഓരോന്നും പഠിക്കണം നമുക്ക്. കെയർ ഓഫ് പേഷ്യന്റ് ആണ്. കണ്ടോ? അങ്ങനെ നമ്മൾ മൊത്തത്തിലാണ് നമ്മൾ 100 അവിടെ പറഞ്ഞു വെച്ചത്. PGയിൽ വരുമ്പോ 105 എണ്ണം നമുക്ക് അവിടെ പഠിക്കാനുണ്ട് സ്റ്റാൻഡേർഡുകള്. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ? നമുക്ക് മൊത്തം 10 ചാപ്റ്റർ, അത് ഓർത്ത് വെക്കാം. മൊത്തം 10 ചാപ്റ്ററുകളാ തിരിച്ചെടുക്കുക. നിങ്ങൾക്ക് 4 മോഡ്യൂൾ മൊത്തം തിരിച്ചു വെച്ചിട്ടില്ലേ? അതുപോലെ 10 ചാപ്റ്ററാ ഉള്ളത്. നാബിന്റെ ഗൈഡ് ബുക്കിന്റെ കാര്യം ഈ പറയണേ, മനസ്സിലായോ? നാബ് ഗൈഡ് ബുക്ക് ഓർ സ്റ്റാൻഡേർഡ്സിനെ നമുക്ക് മൊത്തം 10 ചാപ്റ്റർ ആക്കി വെച്ചേക്കാണ്. ആ 10 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ താഴെ കൊടുത്തേക്കുന്നത്. 10 എണ്ണത്തില് 5 എണ്ണം പേഷ്യന്റിന്റെ ഫോക്കസ് ചെയ്തിട്ടുള്ള പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡിനാണ്. രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ, അത് 5 എണ്ണം. അടുത്ത 5 എണ്ണം ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്, ഓർഗനൈസേഷൻ സെന്റേർഡ്. അങ്ങനെ 10 എണ്ണം. ഇനി ആ 10 എണ്ണത്തിലും എന്തുണ്ട്? വീണ്ടും നമ്മള് ഓരോ സെക്ഷനുകളുണ്ട്. കണ്ടോ? 100 സ്റ്റാൻഡേർഡ് ഉണ്ട്. AAC എന്ന് പറഞ്ഞത് ഒന്നാമത്തെയാണ്. ആ AACയില് 11 എണ്ണം, 14 എണ്ണം. AACയില് 14 എണ്ണം പഠിക്കുന്നുണ്ട്. കെയർ ഓഫ് പേഷ്യന്റില് 22 പഠിക്കാനുണ്ട്. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ 13 എണ്ണം. അങ്ങനെ അത് മൊത്തം വരുമ്പോഴാണ് 100 എണ്ണം ആവണത്. കണ്ടോ? ഇനി അതിന് നമ്മൾ പറഞ്ഞു അതിനെ ഓരോന്നിനെ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ AACയില് 14 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? AAC1, AAC2, AAC3 അങ്ങനെ 14 എണ്ണം. അതിനെ മെഷർ പേജ് നമ്പർ 58 കേട്ടോ. അതിനെ മെഷർ ചെയ്യാൻ, അതിന് ആ AACയുടെ ഒബ്ജക്റ്റീവ് എലിമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് 96 എണ്ണം ഉണ്ട്. 96 എണ്ണം ഉണ്ട്. ഇനി കെയർ ഓഫ് പേഷ്യന്റിന് പറഞ്ഞത് അതിലോ നമ്മൾ നോക്കാനായിട്ട് ഒബ്ജക്റ്റീവ് എലിമെന്റ് 151 ഉണ്ട്. അത് മൊത്തം കൂട്ടുമ്പോഴാണ് 651 എന്ന് പറയുന്നത്. അങ്ങനെ 3 സെക്ഷൻ ആക്കി നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അത് നമുക്ക് താഴെ ഡീറ്റെയിൽ നോക്കാം. ഇനി നിങ്ങൾ ഇത് നോക്കുക. ആദ്യം ചാപ്റ്ററുകള്, അതിന്റെ കീഴിൽ സ്റ്റാൻഡേർഡുകള്, അതിനെ മെഷർ ചെയ്യാൻ ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്, അങ്ങനെ 3 സെക്ഷൻ. ഇനി നമ്മൾ പറഞ്ഞു 651 ഒബ്ജക്റ്റീവ് എലിമെന്റില് 102 എണ്ണത്തെ നമ്മുടെ കോർ കാറ്റഗറിയിലാണ് പെടുത്തിയേക്കുന്നത്. എന്ന് വെച്ചാൽ ആ പ്രധാന വിഭാഗം അവിടെ എഴുതി വെച്ചോ. പ്രധാന വിഭാഗം അതെങ്ങനെയാ? ആ സ്റ്റാൻഡേർഡ് എങ്ങനെയാ? വിച്ച് ആർ എസെൻഷ്യലി ഇവാലുവേറ്റഡ് ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്. ഓരോ അസസ്മെന്റ് സമയത്തും ഓരോ മൂല്യനിർണ്ണയ സമയത്തും അത്യാവശ്യമായിട്ട് അടിസ്ഥാനപരമായി വിലയിരുത്തപ്പെടുന്നവയാണ്. ഓരോ മൂല്യനിർണ്ണയ സമയത്തും അടിസ്ഥാനപരമായി വിലയിരുത്തുന്നതാണ് ഏത്? 102 എണ്ണം കിട്ടിയത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്, ഡാഷ് ആർ ഇൻ കോർ കാറ്റഗറി, അല്ലെങ്കിൽ 102 ആർ ഇൻ ഡാഷ് കാറ്റഗറി. ഏതിലോ തന്നെ 102 എണ്ണം കോർ കാറ്റഗറി. അത് ഓരോ മൂല്യനിർണ്ണയ സമയത്തും വിലയിരുത്തപ്പെടുന്നവയാണ്. ഇനി നോക്കിയേ 459
അതില് 459 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കമ്മിറ്റ്മെന്റ് കാറ്റഗറി പ്രതിബദ്ധതാ വിഭാഗം, പ്രതിബദ്ധതാ വിഭാഗം, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, പ്രതിബദ്ധതാ വിഭാഗം, കമ്മിറ്റ്മെന്റ് കാറ്റഗറി, which will be evaluated during final assessment. അതെപ്പോഴാണ് നോക്കുന്നത്? ഫൈനൽ അസസ്മെന്റ് സമയത്താണ് നോക്കുന്നത്. which will be evaluated during final assessment. ഫൈനൽ അസസ്മെന്റ് സമയത്താണ് നോക്കുന്നത്. Then അടുത്തത് 60 are in achievement category. ഓരോന്നും നോക്കാം. Out of 651 objective element, 60 are in dash category. ഏത് കാറ്റഗറിയിലാ? അച്ചീവ്മെന്റ് കാറ്റഗറി. അച്ചീവ്മെന്റ് നേട്ട വിഭാഗം, നേട്ട വിഭാഗം. which will be checked out during surveillance assessment. അതായത് അവ നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ്. which will be checked out during surveillance assessment. നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ്. And 30 are in excellence category. 30 എത്രയാണ്? മികവ് വിഭാഗം, എക്സലൻസ് കാറ്റഗറി, മികവ് വിഭാഗം. which will be evaluated during re-accreditation. Re-accreditation സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ് 30 സ്റ്റാൻഡേർഡുകൾ, 30 ഒബ്ജക്റ്റീവ് എലമെന്റ്സുകൾ. 30 എണ്ണത്തിന് എക്സലൻസ് കാറ്റഗറി, മികവ് വിഭാഗം, which will be evaluated during re-accreditation. റീഅക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ എത്രയുണ്ട്? മൊത്തം 651 ഒബ്ജക്റ്റീവ് എലമെന്റ്. ഓക്കെ, കൂട്ടി നോക്കിയാൽ കറക്റ്റ് അല്ലേ? 102 പ്ലസ് 459 പ്ലസ് 60 പ്ലസ് 30 651 കിട്ടണല്ലേ? നോക്കിയേ, കണക്കൂട്ടി നോക്കിയേ. ശരിയല്ലേ? നമ്മൾ എന്തെന്നൊക്കെ പറയുന്നേ? ഇത് അണ്ടർലൈൻ ചെയ്തോ നിങ്ങള്? ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലമെന്റില് 102 കോർ കാറ്റഗറി, 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറി, 60 ആർ ഇൻ അച്ചീവ്മെന്റ് കാറ്റഗറി, 30 എക്സലൻസ് കാറ്റഗറി. അണ്ടർലൈൻ ചെയ്തത് ഓരോന്നും ഏതിലാ വന്നത്, ഏത് കാറ്റഗറിയിലാന്നുള്ളത് നോക്കി വെക്കുക. ഇനി ഈ നമ്മളെ 102 കോർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്രധാന വിഭാഗത്തിൽ വരുന്നതാണ്. അതെപ്പോഴും ഇവാലുവേറ്റ് ചെയ്യണേന്ന് പറഞ്ഞേ? ഡ്യൂറിങ് ഈച്ച് അസസ്മെന്റ്, ഓരോ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ് ആ ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. 102 ഒബ്ജക്റ്റീവ് എലമെന്റ്സിനെ ഓരോ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നു. 459 കമ്മിറ്റ്മെന്റ് കാറ്റഗറിയാണ്, പ്രതിബദ്ധതാ വിഭാഗം. ഫൈനൽ അസസ്മെന്റ് സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ്. 60 എണ്ണത്തിന് അച്ചീവ്മെന്റ് കാറ്റഗറിയിലാണ്, അതായത് നേട്ട വിഭാഗം. അവ നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ്. നിരീക്ഷണ മൂല്യനിർണ്ണയ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ്. 30 എക്സലൻസ് കാറ്റഗറി, മികവ് വിഭാഗത്തിലാണ് പറയുന്നത്. അത് എപ്പോഴാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? റീഅക്രഡിറ്റേഷൻ സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. which will be evaluated during re-accreditation. റീഅക്രഡിറ്റേഷൻ സമയത്ത് വിലയിരുത്തപ്പെടുന്നവയാണ്. ഓക്കെ, ഇനി നോക്കിയേ, നമ്മൾ ആ 10 ചാപ്റ്റർ എന്ന് പറഞ്ഞില്ലേ? ആ 10 ചാപ്റ്ററില് ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാ? സ്റ്റാൻഡേർഡിൽ 10 ചാപ്റ്റർ ആണ് ആകെ ഉള്ളത്. അതിൽ ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് ആണ്. അതിനകത്ത് നിങ്ങൾ നോക്കുക, ജസ്റ്റ് അതെന്താന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അവിടെ അതായത് പേരുകൾ മാത്രം നോക്കാം. AAC, അസസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അസസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അസസ് പ്രവേശനം, അസസ്മെന്റ് വിലയിരുത്തൽ, കണ്ടിന്യൂറ്റി ഇതിന്റെ തുടർച്ച, കെയറിന്റെ പരിചരണത്തിന്റെ തുടർച്ച. ഇതാണ് ആ ഒന്നാമത്തെ വന്നത്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡില് ആദ്യത്തെയാണ് AAC. അവിടെയും നമുക്ക് എക്സ്പാൻഡഡ് ഫോം തന്നിട്ട്, അല്ല ഷോർട്ട് ഫോം തരും, എക്സ്പാൻഡഡ് ഫോം എഴുതാൻ ചോദിക്കാം കേട്ടോ. AAC, അസസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അതിനെ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ 10 എണ്ണല്ലേ പറഞ്ഞത്?
അതിൽ 100 സ്റ്റാൻഡേർഡുകളില്ലേ? അതായത് ഒന്നാമത്തെ AAC എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. PG അത് ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്. AAC 1, AAC 2, AAC 3 അങ്ങനെ AACയുടെ 14 എണ്ണം വന്നിട്ടുണ്ട്. ആ 14 എണ്ണം അവിടെ ടേബിൾ അടക്കം PG പഠിക്കുന്നുണ്ട്. 14 എണ്ണം. ഓക്കെ, അടുത്ത രണ്ടാമത്തെയാണ് കെയർ ഓഫ് പേഷ്യന്റ്, COP ആണ്. കെയർ ഓഫ് പേഷ്യന്റ് COP, എക്സ്പാൻഡ് COP എന്തെഴുതും? കെയർ ഓഫ് പേഷ്യന്റ്. കെയർ ഓഫ് പേഷ്യന്റ് അത് 22 എണ്ണം ഉണ്ട്. സ്റ്റാൻഡേർഡ് 22 എണ്ണം ഉണ്ട്. കെയർ ഓഫ് പേഷ്യന്റ് 22 എണ്ണം ഉണ്ട്. COP 1, COP 2, COP 3 അങ്ങനെ 22 എണ്ണം പഠിക്കാനുണ്ട്. ആ COPയുടെ നമ്മള് 22 എണ്ണം നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഒബ്ജക്റ്റീവ് എലിമെന്റ്സ് ആണെങ്കിൽ അതിന്റെ 151 ഉണ്ട്. അതാണ് നമ്മള് ലാസ്റ്റത്തെ കണക്കൂട്ടി 650 എന്ന് പറഞ്ഞത്. 651 651 ഒബ്ജക്റ്റീവ് എലിമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഇത്രയും പഠിച്ചു വെക്കുക. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏത്? ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത് ഏത്? പിന്നെ ഓരോന്നിന്റെ നമ്മുടെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. COP, കെയർ ഓഫ് പേഷ്യന്റ്. MOM എന്താ? മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ, MOM. അടുത്ത PRE, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. HIC, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഇതെല്ലാം പേഷ്യന്റുമായിട്ട് കേന്ദ്രീകരിച്ചുള്ള രോഗിയെ, പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, രോഗിയെ കേന്ദ്രീകരിച്ച് വരുന്ന മാനദണ്ഡങ്ങൾ ഒന്ന് വായിച്ചു നോക്കി. AAC, COP, MOM, PRE, HIC. AAC എന്താ? അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. COP എന്ന് പറഞ്ഞാൽ കെയർ ഓഫ് പേഷ്യന്റ്. MOM എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. PRE, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. HIC, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ, ഇനി അടുത്ത 5 എണ്ണം, 10 എണ്ണം അല്ലേ മൊത്തം? അതില് അടുത്ത 5 എണ്ണം എങ്ങനെയാണ്? ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ച് വരുന്ന മാനദണ്ഡങ്ങൾ, ആ ഹോസ്പിറ്റലിന്റെ ബേസ് ചെയ്ത് വരുന്ന മാനദണ്ഡങ്ങളാണ്. അതിനകത്ത് വരുന്നത് ഏതൊക്കെയാ? പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, PSQ. Patient safety and quality improvement. Then ROM, responsibility of management. Responsibility of management. Then FMS, facility management and safety. Then human resource management, HRM. Then information management system, IMS. ഇതെല്ലാം ഇതിനെ ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡം. ഈ ഓരോന്നിനെ ഇപ്പൊ PSQന്റെ ആണെങ്കിൽ നമുക്ക് 9 എണ്ണം പഠിക്കാനുണ്ട് അവിടെ. PSQ 1, PSQ 2, PSQ 3, PSQ 4 അങ്ങനെ 9 എണ്ണം PSQന്റെ പഠിക്കാനുണ്ട്. 9 സ്റ്റാൻഡേർഡ് PSQന്റെ പഠിക്കാനുണ്ട്. റോമിന്റെ ആണെങ്കിൽ 6 സ്റ്റാൻഡേർഡ് പഠിക്കാനുണ്ട്. ROM 1, ROM 2, ROM 3 എന്ന് പറഞ്ഞിട്ട്. FMSന്റെ 7 എണ്ണം പഠിക്കാനുണ്ട് അവിടെ. HRMന്റെ 10 എണ്ണം പഠിക്കാനുണ്ട്. 10 സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. IMS എന്ന് പറഞ്ഞാൽ 7. അങ്ങനെ മൊത്തം നമ്മൾ അത് കൂട്ടുമ്പോൾ 105 എണ്ണം. നമ്മളിവിടെ 100 എന്നാണ് പറഞ്ഞേക്കുന്നത്. PGയിലേക്ക് 105 സ്റ്റാൻഡേർഡ് ആണ് പഠിക്കാനുള്ളത്. 105 എണ്ണം. ഇവിടെ നമുക്ക് 100 എന്നാണ്. അത് തന്നെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി കേട്ടോ. 10 ചാപ്റ്റർ, 100 സ്റ്റാൻഡേർഡ്സ്, 651 ഈ ഒബ്ജക്റ്റീവ് എലിമെന്റ്. ഏത് ഓർമ്മത്തിനും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ മാതിരി പഠിക്കാം. 10 ചാപ്റ്റർ, 100 എലിമെന്റ്സ്, 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സ്. ഓക്കെ, അതില് ചാപ്റ്ററുകളെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 5 എണ്ണം പേഷ്യന്റിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും അടുത്ത 5 എണ്ണം ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളും. അപ്പൊ ആ ചാപ്റ്ററുകൾ ഏതൊക്കെയാ? ഒന്നാമത്തെ ചാപ്റ്റർ ഏതാ? AAC ആണ്. രണ്ടാമത്തെ COP ആണ്, കെയർ ഓഫ് പേഷ്യന്റ്. അടുത്തത് MOM എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ. PRE എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ഹോസ്പിറ്റൽ IHIC, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അത് നോട്ട് ചെയ്തോളണം കേട്ടോ. അതിൽ ഏതെങ്കിലും ചോദിക്കാം. MOM ഒരു പ്രാവശ്യത്തെ ചോദിച്ചിട്ടുണ്ട്, COP ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, PRE ചോദിച്ചിട്ടുണ്ട്. എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ഈ സെക്ഷനുകളിൽ നിന്ന്, ഈ ചാപ്റ്ററിൽ നിന്ന് മിക്കവാറും ചോദിക്കാണ്ട് അത് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത 5 എണ്ണം ഓർഗനൈസേഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ഓരോന്നിന്റെയും എക്സ്പാൻഡഡ് ഫോം നോക്കിയിരിക്കണം.
ക്ലിയർ ആണോ? അടുത്ത 5 വായിച്ചു നോക്കിയേ. Patient safety and quality improvement, PSQ, responsibility of management, ROM, facility management and safety, FMS, human resource management, HRM, information management, IBMS. കണ്ടോ, ഓർഗനൈസേഷൻ സെന്റർ സ്റ്റാൻഡേർഡ്സിൽ മാനേജ്മെന്റ് എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ വെച്ച് ബാക്കി എല്ലാത്തിലും മാനേജ്മെന്റ് വന്നിട്ടുണ്ട്. എളുപ്പമല്ലേ പഠിക്കാൻ? ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ലേ? അല്ലേ? മാനേജ്മെന്റ് എന്നുള്ളത് 4 വന്നിട്ടുണ്ട്, 1 മാത്രമേ ഉള്ളൂ. അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അത് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് വരുന്നതാണ്. ഐഡന്റിഫൈ ചെയ്യാനോ ബുദ്ധിമുട്ടില്ലല്ലോ. പേഷ്യന്റ് സെന്റേർഡിൽ വന്നത് ഏത്, ഓർഗനൈസേഷൻ സെന്റേർഡിൽ വന്നത് ഏത്, ഓരോന്നിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം. അത് 2 ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തത്. പിന്നെ നമ്മൾ അതിന് മുന്നേ പറഞ്ഞത് 10 ചാപ്റ്റർ 100 സ്റ്റാൻഡേർഡ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്. ഔട്ട് ഓഫ് 651 ഒബ്ജക്റ്റീവ് എലിമെന്റ്സിൽ 1 or 2 ഫോർ കാറ്റഗറി, അതാണ് ലൈൻ ചെയ്തിട്ടുള്ളത്. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. 451 കമ്മിറ്റ്മെന്റ് കാറ്റഗറി, 60 അച്ചീവ്മെന്റ് കാറ്റഗറി, 30 എക്സലൻസ് കാറ്റഗറി. ഇനി ഒരു കുഞ്ഞു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, key performance indicator, key performance indicator, KPIs, S short ആയിട്ടാണ് എഴുതിയേക്കണേ. key performance indicators, KPI, അതും നോട്ട് ചെയ്യും. key performance indicator assist in helping to systematically monitor, assess and continually enhance the service performance. സർവീസ് പെർഫോമൻസ് നിരീക്ഷിക്കാനും വിലയിരുത്താനും തുടർച്ചയായി മെച്ചപ്പെടുത്താനും എന്ത് ചെയ്യുന്നു? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ സഹായിക്കുന്നു. സർവീസ് പെർഫോമൻസ് തുടർച്ചയായി മോണിറ്റർ ചെയ്യാൻ, മെച്ചപ്പെടുത്താൻ, തുടർച്ചയായി മോണിറ്റർ ചെയ്യാൻ, അസസ് ചെയ്യാൻ, വിലയിരുത്താനും ഒക്കെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നു. ബൈ themselves KPIs cannot improve themselves. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. പെർഫോമൻസ് cannot improve the performance. അവർക്ക് സ്വയം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. However, they do provide a signpostuകൾ പ്രൊവൈഡ് ചെയ്യുന്നു that signal progress towards the goals and objective as well as the opportunity for sustainable progress. എന്നാൽ KPI key performance indicatorsന് എന്ത് ചെയ്യുന്നു? അവർക്ക് പെർഫോമൻസ് സ്വയം ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഗോൾസിലേക്കും ആ ഓരോന്ന് ഓർഗനൈസേഷനിലേക്ക് ആ ലക്ഷ്യങ്ങളിലേക്ക് ഒബ്ജക്റ്റീവിലേക്കുമുള്ള ആ ഒരു പുരോഗതി എങ്ങനെയാ? സസ്റ്റൈനബിൾ പ്രോസസ്, സുസ്ഥിര പുരോഗതിക്കുള്ള അവസരത്തിനുള്ള സൈൻ പോസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊവൈഡ് ദ സൈൻ പോസ്റ്റ് കേട്ടോ. എന്തിനു വേണ്ടി? പ്രോഗ്രസ്, പുരോഗതിക്ക് വേണ്ടിയുള്ള സൈൻ പോസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. Provide. The key performance indicators are likely to be monitored healthcare organizations. Key performance indicators are likely to be monitored by the healthcare organization. ഈ healthcare organization നിരീക്ഷിക്കാൻ സാധ്യതയുണ്ട് key performance indicator. അതിനകത്ത് ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 32 പഠിക്കാനുണ്ട്. മൊത്തം 32 അല്ലേ? അതെ, 32 ഫോർമുലാസ് പഠിക്കാനുണ്ട്. നിങ്ങള് ഇതിൽ ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ, ഓരോ പേജ് കഴിയുമ്പോൾ ഞാൻ പറയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരും. ആ ഇമ്പോർട്ടന്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ ടിക്കിട്ട് വെക്കാം. ഓക്കെ, അത് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് എന്താണ്? ഫൈൻഡ് ഔട്ട് ദ ഫോർമുല, ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. അങ്ങനെ ചോദിക്കാം. ഇവിടെ ഫോർമുലയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനകത്ത് നമ്മൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഈ ഓരോ ഫോർമുലാസും നമ്മൾ നോക്കും. അതായത് നാബിന് അക്രഡിറ്റേഷൻ അവര് കൊടുക്കണമെങ്കിൽ എന്താണ്, ഇത് എത്രത്തോളം അവര് കീപ്പ് ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് അവര് തീരുമാനിക്കുന്നത്. നാബിന്റെ അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് ഈ ഫോർമുലകൾ ഉണ്ട്. കണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇത് ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കും.
അതിനനുസരിച്ചാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ ഫോർമുല എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഇത് നോക്കിയിട്ട് അതിൽ എത്ര പെർസെന്റേജ് അവര് അത് ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, ആ സ്റ്റാൻഡേർഡുകള് ഹോസ്പിറ്റലിൽ എത്രത്തോളം കീപ്പ് ചെയ്യുന്നുണ്ട്. 100% ആണെങ്കിൽ നമുക്ക് കണ്ണടച്ച് അക്രഡിറ്റേഷൻ കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് ഓരോ മേഖലയെയും അസസ് ചെയ്യാനാണ്, ഓരോ മേഖലകളെയും അസസ് ചെയ്യാനാണ് ഈ ഫോർമുലാസ് കൊടുത്തേക്കുന്നത്. അപ്പൊ അവിടെ നമ്മള് എന്ത് ചെയ്യുന്നു, ആ ഫോർമുലേസ് ഹോസ്പിറ്റല് അപ്ലൈ ചെയ്തിട്ട് എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കി അതിനനുസരിച്ചാണ് നാബിന് അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. അപ്പൊ അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഈ ഫോർമുലാസ് നോക്കാണ് അതിന്റെ എത്ര പെർസെന്റേജ് അതിൽ ഹോസ്പിറ്റല് എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ എത്രത്തോളം നോക്കുന്നുണ്ട്, അതിനനുസരിച്ചാണ് നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, അതില് ഫോർമുല മാത്രം പഠിച്ചാൽ മതി. അതിന്റെ മുകളിൽ ചെറിയൊരു എക്സ്പ്ലനേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണ്ട. ഇവിടെ ഫോർമുല പഠിക്കുക. ഫോർമുല ആണെങ്കിലും ഞാനത് ഒന്നാമത്തെ പറയാം, എന്നിട്ട് ഞാൻ എങ്ങനെയാ ക്വസ്റ്റ്യൻ വന്നതെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഒന്നാമത്തെ നമുക്ക് പഠിക്കാനുള്ള ഫോർമുലയാണ്. ഒന്നാമത്തെ നിങ്ങൾ അവിടെ ടിക്കറ്റ് വെച്ചു. The time taken for initial assessment. Initial assessment പ്രാഥമിക വിലയിരുത്തലിനായി എടുക്കുന്ന സമയമാണ്. Time taken for initial assessment. ഹോസ്പിറ്റലിൽ അവരെ അസസ് ചെയ്യാണ്. ഹോസ്പിറ്റലിൽ എത്രത്തോളം സമയം എടുക്കുന്നുണ്ട് എന്തിന്, ഇനിഷ്യൽ അസസ്മെന്റ് പ്രാഥമിക വിലയിരുത്തലിനായി എത്രത്തോളം സമയം ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട് അത് അവർ മെഷർ ചെയ്യാണ് ഈ ഫോർമുല വെച്ചിട്ട്. ഓക്കെ, okay, the time should begin from the time that the patient has reached at the bed of the ward till the time that the initial evaluation has been completed by a doctor. ഈ പേഷ്യന്റ് വാർഡില് ബെഡില് എത്തിയ സമയം മുതൽ, അഡ്മിറ്റായി വാർഡില് ബെഡിലെത്തി ആ സമയം മുതൽ ഒരു ഡോക്ടർ ഇനിഷ്യൽ ഇവാലുവേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വരുന്ന സമയം, ഇനിഷ്യൽ ഇവാലുവേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വരുന്ന സമയം, അതാണ് ഇനിഷ്യൽ അസസ്മെന്റിന് എടുത്ത ടൈം എന്ന് പറയാം. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ചെന്നു, നമ്മളെ അഡ്മിറ്റ് ആക്കി, നമ്മൾ വാർഡിൽ ചെന്നു, അവിടെ ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ നമ്മളെ അസസ് ചെയ്യാൻ ഇനിഷ്യൽ ഇവാലുവേഷന് കുറെ സമയം നമ്മളോട് വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നല്ല മാനദണ്ഡങ്ങള് അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ രാവിലെ 8 മണി തുടങ്ങി നമ്മൾ വൈകുന്നേരം 4 മണി വരെ അവിടെ ആ ഇരിപ്പിരുന്നു, അന്നേരമാണ് ഡോക്ടർ ഇനീഷ്യൽ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിന് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുമോ? ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് അല്ലെ, നല്ലൊരു കെയർ കൊടുത്ത്, അതൊക്കെ എന്താ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി ലാബ് നോക്കുന്ന കാര്യങ്ങളാണ് ഈ ഫോർമുലയിൽ പറഞ്ഞേക്കണേ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പറയണേ. നിങ്ങളവിടെ ഏതാണ് ആതിര മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ ഫോർമുലാസ്? നിങ്ങൾ അവിടെ പഠിച്ചില്ലേ? അവിടെ കുറച്ച് ഫോർമുലാസ് പഠിക്കാനില്ലേ നിങ്ങൾക്ക്? ക്വാളിറ്റി അഷുറൻസിൽ പഠിക്കാനില്ലേ? ഇവിടെ നമുക്ക് 32 എണ്ണം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. ഒന്നാമത്തെയാണ് ഇനീഷ്യൽ അസസ്മെന്റിന്റെ എടുത്ത ടൈം. അതെങ്ങനെയാ നോക്കുന്നേ? ആ പേഷ്യന്റിനെ നമ്മൾ ആ പേഷ്യന്റ് വാർഡിലെ ബെഡിലെത്തിയ സമയം മുതൽ ഈ ഡോക്ടർ ഇനിഷ്യൽ ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം, അതാണ് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. ഇനി ഒന്ന് ശ്രദ്ധിക്കാം, നമുക്ക് പഠിക്കേണ്ടത് ഇവിടെ ഫോർമുലയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫോർമുലയുടെയും നമ്മുടെ ന്യൂമറേറ്റർ ഇല്ലേ? ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താ? ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ എഴുതുമ്പോൾ ആ ഫ്രാക്ഷന്റെ മുകളിലുള്ള നമ്പർ ആണ് ന്യൂമറേറ്റർ, അപ്പർ. വെരി ഗുഡ്. മുകളിലുള്ളത്. താഴെയുള്ളതാണ് ഡിനോമിനേറ്റർ. ഞാൻ എക്സാമ്പിൾ പറയാം. 3/5. ഇനി കുറച്ചു നേരം നമുക്ക് കണക്ക് പഠിക്കാം. ഇത് കേട്ട് അല്ലെ? 3/5 ന്യൂമറേറ്റർ ഏതാ? 3 ആണോ 5 ആണോ? 3. ഓക്കെ, മുകളിലുള്ളതല്ലേ? മുകളിലുള്ളതാണ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ഒരു ഫ്രാക്ഷൻ നമ്മൾ ഇതാണ്, ഫ്രാക്ഷന്റെ മുകളിലുള്ള നമ്പർ ആണ് ന്യൂമറേറ്റർ, താഴെയുള്ള നമ്പർ ആണ് ഡിനോമിനേറ്ററും. 9/15 ഏതാണ് ന്യൂമറേറ്റർ? 9. എല്ലാവരും മനസ്സിൽ പറയണം കേട്ടോ, മെസ്സേജ് ചെയ്തില്ലേ? 9. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മാത്സിൽ എല്ലാവരും ഭയങ്കര ബ്രില്യന്റ് അല്ലേ? ആണോ? ഓക്കെ, 9. വെരി ഗുഡ്. 9 ആണ് ന്യൂമറേറ്റർ മുകളിലുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് കാണാതെ പഠിക്കണ്ട. ഫോർമുല
ഇപ്പൊ തന്നെ നമുക്ക് ഒന്ന് രണ്ട് മാർക്കിനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞു തന്നെ. നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണോ ക്വസ്റ്റ്യൻ ചോദിക്കണേ? ഫൈൻഡ് ഔട്ട് ദ ഫോർമുല ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്, അല്ലെങ്കിൽ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ ന്യൂമറേറ്റർ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നോക്കി. അപ്പൊ എന്താ ന്യൂമറേറ്ററിൽ കിടക്കണേ? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിനായിട്ട് എടുത്ത സമയം ന്യൂമറേറ്റർ അല്ലേ അത്? ആ ക്വസ്റ്റ്യൻ അല്ലേ ന്യൂമറേറ്റർ എടുക്കണത്? ഡിവൈഡഡ് ബൈ, അതിന് എന്തുകൊണ്ട് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. അവിടെ മൊത്തത്തിൽ അഡ്മിഷൻ എടുത്തില്ലേ, അവർക്കുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ, ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഉണ്ടോ? അപ്പൊ നമുക്കൊരു സംഖ്യ കിട്ടുമല്ലോ അല്ലേ? ഇത് നമുക്ക് ഫോർമുല മാത്രമേ ഉള്ളൂ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനില്ല. അപ്പൊ ഒരു നമ്പർ കിട്ടും, ഇത്ര പെർസെന്റേജ് എന്ന് കിട്ടും. അത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. മനസ്സിലാവല്ലേ? അങ്ങനെ 32 ഫോർമുലാസ് പഠിക്കാണ്ട് അത് നോക്കി എല്ലാരും അവർ ഓക്കെ ആണെങ്കിൽ മാത്രം അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അപ്പൊ ഇതൊരു മാനദണ്ഡമാണ് അവിടെ. ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്ത ടൈം എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എങ്ങനെയാ? ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. അത് എങ്ങനെയാ? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. ഓപ്ഷൻ ബി ദേവന്യു ഇതാ, ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ ഡിവൈഡഡ് ബൈ സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്. തിരിച്ചു തരും, ഓപ്ഷൻ സിയിൽ തരും. സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഇൻടു ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. എല്ലാവർക്കും എഴുതാലോ. ആൻസർ എളുപ്പല്ലേ? എന്താ ഞാൻ പറഞ്ഞൊരു എളുപ്പവഴി? നമ്മുടെ ന്യൂമറേറ്റർ എന്താണോ അതെങ്ങനെയാ കണ്ടുപിടിക്കാം? നമ്മുടെ ക്വസ്റ്റ്യൻ എളുപ്പല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ നോക്കുക, അതാണ് ന്യൂമറേറ്റർ വന്നേക്കണത്. ക്വസ്റ്റ്യൻ ആയിരിക്കും ന്യൂമറേറ്റർ. ഞാൻ ആൻസർ അവിടെ പറഞ്ഞു കണ്ടോ? ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും ഒന്നോ രണ്ടോ എണ്ണത്തിന്റെയും ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാനുള്ള ഒരു മാർക്കാണ്. ഒന്നും കാണാതെ പഠിക്കണ്ട. ഈ 32 ഫോർമുലയും നിങ്ങൾ കാണാതെ പഠിക്കണ്ട. എളുപ്പ വഴി എന്താ? ന്യൂമറേറ്റർ നോക്കിയേ. ന്യൂമറേറ്റർ എന്താണ്? ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നേരെ എഴുതാലോ. 3 ഓപ്ഷൻ തന്നു, നാലാമത്തെ നൺ ഓഫ് ദ എബോവ് എന്ന് തന്നു കഴിഞ്ഞാല് ഈസി ആയിട്ട് എഴുതിക്കൂടെ നിങ്ങൾക്ക്? ഓക്കെ. എന്താണ്? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. ഇനി ഒന്നാമത്തെ ടിക്ക് കിട്ടോ കേട്ടോ. ആ പേജില് നമുക്ക് ഒന്നാമത്തെ കിട്ടാനുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷൻസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇററുകളുടെ എണ്ണം. ഇററുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുമോ? നല്ല ക്വാളിറ്റി സർവീസാണ് നൽകുന്നത്, നല്ല പേഷ്യന്റിന്റെ സേഫ്റ്റി നോക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമുക്ക് നല്ല ഹോസ്പിറ്റലാണെന്ന് അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റൂല അല്ലെ? അപ്പൊ അവര് അടുത്തൊരു നോക്കുന്നത് എന്താ? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ഓരോ 1000 ഇൻവെസ്റ്റിഗേഷൻസിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇററുകളാണ് നോക്കുന്നത് അവിടെ. 1000 പേരെടുത്തു. ആദ്യത്തെ 1000 പേരിൽ എത്ര ഇറർ പിശകുകൾ റിപ്പോർട്ട് ചെയ്തു? അടുത്ത 1000 പേരില് എത്ര ഇററുകൾ റിപ്പോർട്ട് ചെയ്തു? 1000 പേര് ലാബ് ടെസ്റ്റ് നടത്തിയാൽ അതില് എത്ര പേര് ഇറർ വന്നു, ഇറർ റിപ്പോർട്ട് ചെയ്തു? എങ്ങനെ കണ്ടുപിടിക്കും? ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫ്യൂം. അവിടെ നടത്തിയിട്ടുള്ള ടെസ്റ്റുകളുടെ എണ്ണം. 1000 ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് ഇൻറ്റു 1000 ചെയ്യുക. മനസ്സിലായോ? അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇററുകളുടെ എണ്ണത്തെ മൊത്തം അവിടെ നടത്തിയ ടെസ്റ്റുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. അന്ന് നമ്മൾ 1000 ഇതിലാ നോക്കുന്നത്. ഓക്കെ, 1000 ഇൻവെസ്റ്റിഗേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. പെർ
1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്. അതിലാണ് നമ്മൾ ആ ഒരു ആവറേജ് എടുക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ എത്ര ടെസ്റ്റ് നടത്തി? ലാബിൽ ഒരു 50 ടെസ്റ്റ് നടത്തി. എത്ര പേര്? മൊത്തം 120 ടെസ്റ്റുകൾ പെർഫോം ചെയ്തതില് 50 എണ്ണം ഇററായിരുന്നു. 50 ഡിവൈഡഡ് ബൈ എത്ര? 120 ഇൻറ്റു 1000 ചെയ്യണം. അപ്പൊ ആ റേഷ്യോ, ഇററുകളുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കുമ്പോ കൂടുതലല്ലേ. അപ്പൊ നമുക്ക് അതിന് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റൂല. ഇറവ് കുറവുള്ളതല്ലേ വെക്ടർ എന്ന് പറയുന്നത്. തെറ്റുകൾ കുറവ് തന്നെ. നടത്തിയ എല്ലാ ലാബ് ടെസ്റ്റും ഇറർ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന് ഒരു ഇതുമില്ല, അല്ലെങ്കിൽ ആ ലാബില് ഒരു ഇതുമില്ല. നമുക്ക് ഒരിക്കലും നമുക്കൊരു അക്രഡിറ്റേഷൻ, നല്ലൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ഫോർമുല, ഫൈൻഡ് ഔട്ട് ദ ഫോർമുല, ദ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെ ചോദ്യം. അപ്പൊ എന്ത് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ ന്യൂമറേറ്റർ. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഇൻറ്റു 1000. ഇനി ഇത് തിരിച്ചു വന്നാലും നിങ്ങൾക്ക് തെറ്റാന്നറിയില്ലേ? നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഇൻറ്റു ഇട്ടാലും തെറ്റാണ്. മനസ്സിലായോ? ഒന്നോ രണ്ടെണ്ണോ നിങ്ങൾ കറക്റ്റ് ആക്കി മനസ്സിലാക്കി വെക്കുക. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇങ്ങോട്ട് പറയും. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ, പെർസെന്റേജ് ഓഫ് അഡ്ഹിയർ എന്ന് വെച്ചാൽ പിന്തുടരുക to safety precaution by staff working in ഡയഗ്നോസ്റ്റിക്കില്, അതായത് ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളില് എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് പിന്തുടരുന്നുണ്ട്, പാലിക്കുന്നുണ്ട്? നമ്മൾ റേഡിയോളജിയും ഇതൊക്കെ പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞില്ലേ, അവര് സാധാ ഡ്രസ് ഇട്ട് ചെയ്താൽ പോരാ. ഓരോരുത്തർക്കും ഓപ്പറേഷൻ തിയേറ്റർ ഇതിലെല്ലാവർക്കും നമ്മൾ എന്ത് വേണം? അവർക്ക് സേഫ്റ്റി കാര്യങ്ങൾ ചെയ്യണം. സേഫ്റ്റി പ്രിക്കോഷൻസ് പഠിക്കണ്ട്, അത് ചെയ്യണം. അപ്പൊ ലാബില് അങ്ങനെ ചെയ്യുന്നില്ല, അവര് സേഫ്റ്റി പ്രിക്കോഷൻസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ലാബിന് നല്ലൊരു സർട്ടിഫിക്കറ്റ് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 100 പേര് ലാബിലുണ്ടെങ്കിൽ ആ 100 പേരും ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ 100% ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, ലാബിന് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോ ഇവിടെ എന്താ നമ്മള് കണ്ടുപിടിക്കേണ്ടത്? പെർസെന്റേജ്, എത്ര പെർസെന്റേജ് സേഫ്റ്റി പ്രിക്കോഷൻസ് സ്റ്റാഫുകള് ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ പാലിക്കുന്നുണ്ട്. അതിന്റെ പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻ. സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന സ്റ്റാഫിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. ഓഡിറ്റ് ചെയ്താൽ ഈ കണക്കില് മൊത്തം അവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്, കണക്കിലുള്ള സ്റ്റാഫ്, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന മൊത്തം സ്റ്റാഫിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. എളുപ്പല്ലേ? സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണത്തെ അവിടെ മൊത്തം ലാബിൽ വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100. പെർസെന്റേജ് എന്ന് കണ്ട ക്വസ്റ്റ്യൻ ഇല്ലേ, അതുകൊണ്ട് ഇൻറ്റു 100 എന്നും ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇപ്പൊ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ല തെറ്റാന്ന് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ട് നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻ ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ് എന്ന് പറഞ്ഞാലും തെറ്റാണ്. നമ്മുടെ കറക്റ്റ് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുത്ത് എഴുതിയത്. കണ്ടോ? നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹിയറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻ divided by number of staff audited. Staff audited എന്ന് പറഞ്ഞാൽ എന്താ? ലാബിൽ മൊത്തം വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഒരു ലാബില് 30 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതില് 25 പേരാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുന്നത്. ഫോർമുല എങ്ങനെ എഴുതും? ഒന്ന് മെസ്സേജ് ചെയ്താലെങ്കിലും. 30 സ്റ്റാഫുകള് ലാബില് വർക്ക് ചെയ്യുന്നുണ്ട്, അതില് 25 പേരാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഇടുന്നത്. ഓക്കെ, വെരി ഗുഡ്. എത്രയാ? 25 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100. അപ്പൊ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന്? എന്നിട്ട് അതിന്റെ പെർസെന്റേജ് നോക്കും. ആ പെർസെന്റേജ് നോക്കിയിട്ട് 99 to 100% ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ലാബ് അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ലാബ് ഈ ഫോർമുലാസ് 32 നമ്മൾ പഠിക്കുന്നത്.
കണ്ടോ? നാബിന് അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നാബിന് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നാബിന് അക്രഡിറ്റേഷൻ കൊടുക്കോ വേണ്ടയോ, അക്രഡിറ്റേഷൻ കൊടുക്കണോ കൊടുക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാ? ഈ സാധനങ്ങൾ നോക്കണം, ഈ ഫോർമുലാസ് നോക്കി അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. നമ്മൾ പറഞ്ഞ 3 ക്ലിയർ അല്ലേ നിങ്ങക്ക്? ഫോർമുല മാത്രം നോക്കിയാൽ മതി കേട്ടോ. ആ പാരഗ്രാഫ് നിങ്ങൾ നോക്കിയേ വേണ്ട, അതിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിക്കാറില്ല. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോർമുലയ്ക്ക് മാത്രം കൊടുത്തേക്കുന്ന ഒരു സെക്ഷനാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1, 2, 3 ഫോർമുല പലയും ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് 3 മാർക്ക് കണ്ണു അടച്ച് കിട്ടുന്ന മാർക്ക്. അത് ഒന്നും ആലോചിക്കണ്ട, ക്വസ്റ്റ്യൻ ഉണ്ടോ ആൻസർ നമുക്ക് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് അതുകൊണ്ട് എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി അടുത്ത നോക്കിയേ, മെഡിക്കേഷൻ ഇറർ റേറ്റ് ആണോ അതുകൂടി നമുക്ക് പറയാം. Medication error rate. A medication error is any preventable event that may cause or lead to unsuitable medication use or patient harm while the medication is in control of the healthcare professional, patient or consumer. എന്താണ് മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മെഡിക്കേഷൻ ഇറർ എന്ന് പറഞ്ഞ എന്താ? മെഡിക്കേഷൻ മരുന്നുകളിൽ ഉണ്ടാകുന്ന പിശകുകള് ഈസ് എ പ്രിവെന്റബിൾ ഇവന്റ്. നമുക്ക് തടയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അല്ലേ? നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് തടയാൻ പറ്റുന്ന കാര്യമാണ്. മരുന്നുകളുടെ പിശകുകളുടെ എണ്ണം ഉണ്ടോ? ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെയോ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന്റെയോ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ സ്യൂട്ട് അല്ലാത്ത മരുന്നുകൾ, അൺസ്യൂട്ടബിൾ മെഡിക്കേഷൻ, അത് ഉപയോഗിക്കുന്നതിലൂടെ പേഷ്യന്റിന് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ വരുത്തുന്നതിനോ അല്ലെങ്കിൽ അതിന് കാരണമാകുന്നതോ ഒക്കെ തടയാവുന്ന എന്തെങ്കിലും ഒരു സംഭവമാണ് മെഡിക്കേഷൻ ഇറർ എന്ന് പറഞ്ഞാൽ. മെഡിക്കേഷനിൽ വരുന്ന പിശകുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡായിട്ടുള്ള ഒരു കാര്യമല്ല അല്ലേ? നല്ലൊരു കാര്യമല്ല. അപ്പൊ നമ്മളെങ്ങനെ ഈ ഫോർമുല കണ്ടുപിടിക്കും? ഫോർമുല എങ്ങനെയാ? 5 അങ്ങനെ അല്ല ക്വസ്റ്റ്യൻ ചോദിക്കും. 4ാമത്തത് ടിക്കിട്ട് വെച്ചോ. ആ ഒരു പേജിൽ നിങ്ങൾ 1ഉം 4ഉം മാത്രം പഠിച്ചാൽ മതി. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല മെഡിക്കേഷൻ ഇറർ റേറ്റ്, അതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ നമുക്ക് എഴുതാം? ഫോർമുല എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ, അവിടെ മൊത്തം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ഇററുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ ഇറർ. മെഡിക്കേഷൻ ഇററുകൾ വരാൻ സാധ്യതയുള്ള, ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, സാധ്യതയുള്ള അവസരങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക, ഇൻറ്റു 100. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, അത് തന്നെയാണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. ആ സാധനം തിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് എഴുതാൻ പാടില്ലേ? ക്വസ്റ്റ്യൻ നോക്കിയാൽ പോരെ? നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ divided by total number of opportunities of medication error into 100. ഓക്കെ ആണോ? നിങ്ങൾക്ക് 1ഉം 4ഉം ടിക്കിട്ട് വെച്ചു. നമുക്ക് ഓപ്ഷൻ വരുമ്പോ തിരിച്ചും ചോദിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല മെഡിക്കേഷൻ ഇറർ റേറ്റ്, അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എയിൽ കിടക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ ഇറർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ ഇൻറ്റു 100. ഓപ്ഷൻ ബി, ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ divided by total number of opportunities of medication error into 100. Then option C, total number of medication error into total number of opportunities of medication error. Then option D കിടക്കുന്നു none of the above. ഏതെഴുതും? നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ബി, ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ടുള്ള അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ന്യൂമറേറ്റർ എഴുതി വെച്ച്, അത്രേ ഉള്ളൂ കാര്യം. Total number of medication error divided by total number of opportunities of medication error into 100. ഇനി അഞ്ചാമത്തെ ഒന്നും കൂടി പറയാം. Percentage of medication chart with error prone abbreviations. Abbreviated forms നിങ്ങൾ പഠിച്ചോ? ടെർമിനോളജിയില് പഠിച്ചില്ലേ? മെഡിക്കൽ ടെർമിനോളജിയിൽ പഠിച്ചില്ലേ? സെക്കൻഡ് മോഡ്യൂളില് ലാസ്റ്റ് ചാപ്റ്റർ ടെർമിനോളജിയിലെ ലാസ്റ്റ് സെക്ഷൻ അബ്രിവേഷൻസ് ആയിരുന്നു അല്ലെ? എത്രയോ? 302
ആണ്ട് നിങ്ങൾക്ക് പഠിക്കാണ്ടായിരുന്നല്ലോ അല്ലെ? അത്രയും അബ്രിവേറ്റഡ് ഫോമാണ്. ഈ അബ്രിവേറ്റഡ് ഫോം എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിശകുകൾ വരാം അല്ലെ? നമ്മൾ ഷോർട്ട് ഫോമുകളല്ലേ എഴുതുന്നത്. ഇപ്പൊ നമ്മൾ ഏത് രീതിയിൽ അവർ വായിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണെങ്കിലോ, അങ്ങനെ പിശകുകൾ വരാൻ സാധ്യതയുള്ള ഇതിന്റെ പെർസെന്റേജ് ആണ്. Percentage of medication chart with the error-prone abbreviations. പിശക് സാധ്യതയുള്ള abbreviation, abbreviated form ചുരുക്കെഴുത്തുകള്, short forms. Error-prone abbreviation should be defined in accordance with the guidelines set down by the for safe medication practices. Okay, formula നോക്കിയേ. formula എന്താ? അതായത് നമ്മള് സുരക്ഷിതമായിട്ടുള്ള മരുന്നുകള്, നമ്മള് സുരക്ഷിതമായിട്ടുള്ള മരുന്നുകൾക്ക് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് നമുക്ക് അബ്രിവേറ്റഡ് ഫോംസ് നിർവചിക്കേണ്ടതാണ്. നമുക്ക് അബ്രിവേറ്റഡ് ഫോംസ് ആ ചാർട്ടിലുണ്ട്. ചാർട്ടില് നമ്മൾ ഓരോന്നും അതിന്റെ അബ്രിവേറ്റഡ് ഫോംസ് ഉണ്ട്. എന്താ, നമുക്ക് സുരക്ഷിതമായിട്ടുള്ള മരുന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ നമുക്ക് ഈ പിശക് സാധ്യതയുള്ള ഇററുകൾ വരാൻ സാധ്യതയുള്ള അബ്രിവേറ്റഡ് ഫോംസ് നമുക്ക് നിർവചിക്കേണ്ടതാണ്. ഫോർമുല നോക്കിയ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻ സെയിം തന്നെയല്ലേ? ന്യൂമറേറ്റർ തന്നെയല്ലേ കിടക്കുന്നത്? നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് റിവ്യൂഡ്. അവിടെ റിവ്യൂ ചെയ്തിട്ടുള്ള, അവലോകനം ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണത്തെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. മെഡിക്കേഷൻ ഇറർ പ്രോൺ അബ്രിവേഷൻസ് വരാൻ സാധ്യതയുള്ള നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്, അതിന്റെ എണ്ണത്തെ മൊത്തം അവിടെ ഉള്ള മൊത്തം റിവ്യൂ ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. കാണാതെ പഠിക്കണ്ട, കാണാതെ പഠിക്കണ്ട. അവിടെ എന്താ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. രണ്ടെണ്ണവും നിങ്ങൾ ടിക്കിട്ട് വെക്കാം. ഒന്നാമത്തെ പഠിക്കുക, നമുക്ക് അടുത്തത് നാലാമത്തെയും ടിക്കിട്ട് വെച്ചേക്കാം. ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? കണ്ടോ, ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂമറേറ്റർ, ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ 5 പഠിച്ചു, 5 പഠിക്കും, ബൈക്കാട്ട് ചെയ്യണ്ട. അവിടെ ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങള് ഒന്ന് നിരത്തി ഒന്ന് വായിച്ചു വെച്ചത് കേട്ടോ, എന്തൊക്കെയാണുള്ളത്. ഓക്കെ, നമ്മള് 5 പറഞ്ഞു. അതില് 1ഉം 4ആമത്തെയും നിങ്ങൾ ടെക്സ്റ്റിൽ ടിക്കിട്ട് വെച്ചോ. ഇമ്പോർട്ടന്റുകളാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ടിക്കിട്ട് തന്നത്. ഇത്രയും നിങ്ങൾ പഠിക്കുക. 1ഉം 4ഉം ഈ ഫോർമുല ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാരും വിഷമിച്ചോ? കേട്ട് വിഷമിച്ചോ? ഇടയ്ക്കൊക്കെ കുറച്ചൊരു മാത്സ് പറഞ്ഞാൽ അത്രയും അങ്ങനെ വിഷമിച്ചില്ല അല്ലെ? ഇനി കുഴപ്പമില്ല, ഫോർമുല മാത്രമേ ഉള്ളൂ, നമുക്കൊന്നും ബൈഹാർട്ട് ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അങ്ങനെ ഒരു സൂത്രപ്പണി ഉണ്ട് അവിടെ. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. ബൈ.